ഹായ്, എല്ലാവർക്കും അമൃതയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും പ്രഷർ കുക്കറുകൾ ഉപയോഗിക്കുന്നവരാണല്ലോ. അടുക്കളയിലെ ജോലി എളുപ്പമാക്കാൻ നമ്മൾ കുക്കറുകളെയാണല്ലോ ആശ്രയിക്കുന്നത്. നമുക്കിവിടെ കുക്കറിന്റെ സർവീസും ഉണ്ട്. അപ്പോൾ സർവീസിന് കൊണ്ടുവന്നൊരു കുക്കറിന്റെ സേഫ്റ്റി വാൽവ് ആണ് ഇതുപോലെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത് കണ്ടപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ നിങ്ങൾക്ക് തോന്നി, നിങ്ങളെയും കൂടെ കാണിക്കാം എന്ന് തോന്നി. ഇത് കുക്കറിന്റെ സേഫ്റ്റി വാൽവാണ്. ഈ സേഫ്റ്റി വാൽവിലാണ് ഇതുപോലൊരു കമ്പ് വെച്ചിരിക്കുന്നത്. ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഈ കുക്കറിലെ പ്രഷർ അധികമായി ഫിസിൽ വന്ന് പോകാതിരിക്കുന്ന സാഹചര്യത്തിൽ ഈ സേഫ്റ്റി വാൽവ് പൊട്ടി ഇതിലൂടെ പ്രഷർ വെളിയിൽ പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ കുക്കറുകളൊന്നും പൊട്ടിത്തെറിക്കാതിരിക്കുന്നത്. അതിനാണ് ഈ സേഫ്റ്റി വാൽവ് വെച്ചിരിക്കുന്നത്. ഇതൊരു 20-25 രൂപ കൊടുത്ത് നമുക്ക് മേടിക്കാവുന്നതും നമുക്ക് തന്നെ സ്വയം മാറാവുന്നതുമേ ഉള്ളൂ. $10-20 രൂപയുടെ ലാഭത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തു വെക്കുന്നത്. പക്ഷെ അതൊരു വലിയ അപകടത്തിലേക്കായിരിക്കും നമ്മളെ കൊണ്ടുപോകുന്നത്. ഇതുപോലെ ഒരു സ്പാനർ വെച്ച് നമുക്കിതൊന്ന് തിരുക്കി ഇതുപോലെ ഒന്ന് ലൂസ് ചെയ്ത് മാറാവുന്നതേ ഉള്ളൂ. പുതിയ സേഫ്റ്റി വാൽവിൽ ഒരിക്കലും ഇതുപോലൊരു ഹോളൊന്നും വരത്തില്ല, അടഞ്ഞായിരിക്കും ഇരിക്കുന്നത്. ഇതൊരു ചെറിയ നേർത്ത പാട പോലെയാണ് വരുന്നത്. കുക്കറിലെ പ്രഷർ പോയി കഴിഞ്ഞോ ഇല്ലേന്ന് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ഒരു സ്പൂണോ എന്തെങ്കിലും കൊണ്ട് അതിന്റെ വെയിറ്റ് ഒന്ന് ഉയർത്തി നോക്കുക. അപ്പോഴത് സൗണ്ട് കേൾക്കുന്നുണ്ടെന്നെങ്കിൽ അതിലെ പ്രഷർ പൂർണ്ണമായിട്ടും പോയി കഴിഞ്ഞിട്ടില്ല. അത് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കരുത് നിങ്ങൾ. അതുപോലെ അതിന്റെ പിടി ഇതുപോലെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാൻ നോക്കുമ്പോൾ നല്ല ടൈറ്റ് ആയിട്ട് ഇരിക്കുവാണെങ്കിലും അതിനകത്തെ പ്രഷർ ഫുള്ള് പോയി കഴിഞ്ഞിട്ടില്ല. പക്ഷെ നല്ല ലൂസായിട്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് നമുക്ക് തുറന്നെടുക്കാം, ഒരു കുഴപ്പമില്ല. പ്രഷർ ഫുള്ള് പോയി കഴിഞ്ഞിട്ടുണ്ടാവും. ടൈറ്റ് ആയിട്ടിരുന്നാൽ ഒരിക്കലും നിങ്ങളിത് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കരുത്. അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തെ കറിയോ മറ്റെല്ലാം നമ്മുടെ മുഖത്തേക്കായിരിക്കും തെറിക്കുന്നത്. അതുകൊണ്ട് ഇതൊരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഇതിനകത്ത് കഞ്ഞിയോ പരിപ്പോ അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് ക്ലീൻ ചെയ്യുന്നതും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതിന്റെ വെയിറ്റ് ഊരിയെടുത്തതിന് ശേഷം നല്ലതുപോലെ ഈ സൈഡെല്ലാം ക്ലീൻ ചെയ്യണം. ഇതിനകത്ത് എല്ലാം ഹോളുണ്ട്. ഈ ഹോളിലൂടെ കഞ്ഞിയുടെയോ പരിപ്പിന്റെയോ ഒക്കെ അവശിഷ്ടങ്ങൾ ഇതിനകത്ത് പോയി അടഞ്ഞിരിക്കും. നല്ലപോലെ കഴുകിയതിന് ശേഷം പൈപ്പ് തുറന്ന് ഇതുപോലെ വെള്ളം ഇങ്ങനെ ഒഴിച്ചു നോക്കുക. അപ്പോൾ ഇതിനകത്തൂടെ വെള്ളം താഴേക്ക് വരുന്നുണ്ടെങ്കിൽ ഇത് നല്ല ക്ലിയർ ആയിരിക്കും. അതല്ല കുറേശ്ശെയാണ് വെള്ളം വരുന്നെങ്കിൽ ഇതിനകത്ത് അടഞ്ഞിരിക്കുന്നതായിരിക്കും. അങ്ങനെ വെച്ചിരുന്നാലും നമുക്ക് ഇതിലെ കൂടെ വിസിൽ കേൾക്കാതെ വരും. അങ്ങനെ വരുമ്പോൾ കുക്കർ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ ക്ലീൻ ചെയ്യുമ്പോഴും ഇതെല്ലാം നല്ലതുപോലെ വൃത്തിയാക്കുക. അതുപോലെ വാഷർ നല്ലതുപോലെ ഊരി ക്ലീൻ ചെയ്ത് വേണം യൂസ് ചെയ്യാൻ. എന്നാലും ലാസ്റ്റ് ചെയ്യും. വാഷറൊക്കെ ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യും. പലരും ഇത് ഒന്നും ക്ലീൻ ചെയ്യാതെയാണ് കൊണ്ടുവരുന്നത് ഇവിടെ. അതുകൊണ്ടാണ് ഇതെല്ലാം പറഞ്ഞു തരുന്നത്. ഇതെല്ലാം നമ്മൾ കുക്കർ ഉപയോഗിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട സേഫ്റ്റി ആയിട്ടുള്ള കാര്യങ്ങളാണ്.